ബാഹുബലി, RRR തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ സംവിധായകനാണ് എസ് രാജമൗലി. മഹേഷ് ബാബു നായകനാകുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം വാരണാസിയുടെ ടൈറ്റിൽ ലോഞ്ച് ഇവന്റ് അടുത്തിടെ ഹൈദരാബാദിൽ നടന്നിരുന്നു. ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ കുംഭയെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ പൃഥ്വിരാജ് സുകുമാരനാണ്. വാരണാസിയുടെ പ്രമേയം രാമായണത്തിലെ ചില മിത്തോളജിക്കൽ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ചിത്രത്തിൻ്റെ ടൈറ്റിലും ടീസറിലെ ചില ദൃശ്യങ്ങളും പുരാണങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളതാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സിനിമയ്ക്കെതിരെ ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്നും ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നിരിക്കുന്നത്. വിവാദങ്ങൾക്ക് പ്രധാന കാരണം രാജമൗലിയുടെ മുൻപുള്ള ചില പ്രസ്താവനകളും ട്വീറ്റുകളുമാണ്. അവിശ്വാസിയായ രാജമൗലി ഹിന്ദു ദൈവങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയും ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. രാമായണ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രം ഒരുക്കുന്ന രാജമൗലിക്ക് ക്ഷേത്രവിശ്വാസമില്ലെന്നും അദ്ദേഹം ദൈവങ്ങളെ വാണിജ്യവൽക്കരിക്കുന്നുവെന്നുമാണ് ആരോപണം. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ പോലും പ്രധാന അഭിനേതാക്കളായ മഹേഷ് ബാബുവിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ പേര് ഒഴിവാക്കി സാങ്കേതിക വിദഗ്ധർക്ക് മാത്രം പ്രാധാന്യം നൽകിയ രീതിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. എങ്കിലും ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ കുംഭയെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജിന് ടൈറ്റിൽ ലോഞ്ച് വേദിയിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. രാജമൗലിയെ പ്രശംസിച്ചുകൊണ്ട് പൃഥ്വിരാജ് നടത്തിയ പ്രസംഗത്തിന് "എന്താ മാഷെ അടിപൊളി" എന്ന് മലയാളത്തിൽ മറുപടി നൽകിയത് വലിയ വാർത്തയായിരുന്നു. രാജമൗലിയുടെ ചിത്രത്തിലെ വിവാദങ്ങൾക്കപ്പുറം പൃഥ്വിരാജ് അടുത്തിടെ സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമായ എമ്പുരാൻ L2 വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ പെട്ടിരുന്നു. സിനിമയുടെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങൾ 2022 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട റഫറൻസുകളാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം തീവ്ര വലതുപക്ഷ സംഘടനകൾ പ്രതിഷേധിക്കുകയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പൃഥ്വിരാജ് അടുത്തിടെ നടത്തിയ പ്രസ്താവന ചലച്ചിത്ര മേഖലയിലെ നിലവിലെ സാഹചര്യത്തെ വ്യക്തമാക്കുന്നു. തൻ്റെ രാഷ്ട്രീയം പറയുവാൻ കോടികൾ മുടക്കി സിനിമ എടുക്കേണ്ട ആവശ്യമില്ലെന്നും അതിന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ കഥയുടെ സത്യസന്ധത മാത്രമാണ് താൻ നോക്കാറുള്ളതെന്നും സിനിമ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താനുള്ള വേദിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്ന ഒരാളെ ഒരു കൂട്ടർ നായകനാക്കുകയും മറ്റൊരു കൂട്ടർ വില്ലനാക്കുകയും ചെയ്യുന്ന രീതി അപകടകരമാണെന്നും നിലവിലെ ഈ വിഷലിപ്തമായ സൈബർ സംസ്കാരത്തിൽ മൗനം ചിലപ്പോൾ വിവേകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എസ് രാജമൗലിയുടെ വാരണാസി ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സിനിമയുടെ റിലീസിനോട് അടുക്കുമ്പോൾ വീണ്ടും ശക്തിപ്പെട്ടേക്കാം. അതുപോലെ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ വിവാദങ്ങൾ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ഭാഗമായ ഈ 2 പ്രതിഭകളും നേരിടുന്ന വിവാദങ്ങൾ സിനിമ ഒരു വിനോദ ഉപാധി എന്നതിലുപരി സാമൂഹികവും രാഷ്ട്രീയപരവുമായ ചർച്ചകൾക്ക് എത്രത്തോളം വിധേയമാകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. കലയും രാഷ്ട്രീയവും ഇടകലരുമ്പോൾ ഉണ്ടാകുന്ന ഈ സംഘർഷം ഇന്ത്യൻ സിനിമയിൽ പുതിയ സംവാദങ്ങൾക്കും നിലപാടുകൾക്കും വഴിയൊരുക്കുന്നു.